പാലാ നഗരസഭയിൽ ഭരണം തൃശങ്കുവിൽ. ചെയർപേഴ്സൺ ദിയ പുളിക്കകണ്ടത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടത് 6 ഭരണകക്ഷി കൗൺസിലർമാർ. 6 ഭരണപക്ഷ കൗൺസിലർമാർ ഒപ്പിട്ട് UDF നേതൃത്വത്തിന് നൽകിയ കത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരിക്കുകയാണ്. ഷിനോജ് എസ് ടി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, പാലായിൽ വലിയ മാറ്റങ്ങളൊക്കെയായിരുന്നു പാലാ നഗരസഭ അധികാരത്തിലേക്ക് ദിയ പുളിക്കകണ്ടം എത്തുന്നതിലൂടെ സംഭവിച്ചത്. എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നഗരസഭയിൽ? അക്ഷയ, പാലാ നഗരസഭയുടെ UDF ഭരണം എന്ന് പറയുമ്പോൾ പോലും 3 പുളിക്കകണ്ട കുടുംബത്തിലെ 3 സ്വതന്ത്ര കൗൺസിലർമാരുടെ പിന്തുണയോട് കൂടിയാണ് UDF കഴിഞ്ഞ 6 മാസക്കാലം ഇവിടെ ഭരണം നടത്തി വന്നത്. പക്ഷേ ആ ഭരണത്തിൽ ചില കോട്ടങ്ങൾ ഒക്കെ തന്നെ സംഭവിക്കാൻ പോകുന്നു. ചിലപ്പോൾ ആ ഭരണം തന്നെ UDF നഷ്ടമാകാൻ പോകുന്നു തരത്തിലുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കകണ്ടത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 6 ഭരണപക്ഷി കൗൺസിലർമാർ ഇപ്പോൾ ഒപ്പിട്ട കത്താണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കത്ത് 6 കൗൺസിലർമാർ ഒപ്പിട്ട് UDF നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ്. ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, UDFന്റെ കൗൺസിലറുമായി നിൽക്കുന്ന സമയത്ത് പോലും തങ്ങൾക്ക് യാതൊരുവിധ റോളും ഈ നഗരസഭയ്ക്കകത്ത് ലഭിക്കുന്നില്ല. പൂർണ്ണമായും ഈ പുളിക്കകണ്ട കുടുംബത്തിലെ 3 കൗൺസിലർമാരുടെ ഏകാധിപത്യ സ്വഭാവത്തിലാണ് ഇവിടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നത്. തങ്ങൾക്ക് ഇവിടെ വേണ്ട തരത്തിലുള്ള ഒരു റോളും ഈ നഗരസഭയ്ക്കകത്തില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കത്തിൽ പറയുന്നത്. ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന 6 കൗൺസിലർമാരിൽ 5 പേർ കോൺഗ്രസിന്റെ കൗൺസിലർമാരാണ്. സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും പാലാ നഗരസഭയിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയാണ്. അതിൽ ഭരണം നഷ്ടമാകുമോ, അവിശ്വാസത്തിലേക്ക് കടക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.